വേദനകൾ വന്നിടുമ്പോൾ കണ്ണുനീരാൽ ഞാൻ ഉഴറുമ്പോഴും മനോവേദനകൾ വന്നിടുമ്പോൾ കണ്ണുനീരാൽ ഞാൻ ഉഴറുമ്പോഴും കണ്ടില്ലന്നു ഞാൻ എൻ പ്രിയനേ, നീ പാപിയെ തേടി വന്നു. കണ്ടില്ലന്നു ഞാൻ എൻ പ്രിയനേ, നീ പാപിയെ തേടി വന്നു. പകരം ഈ ജീവിതം ക്രൂശിതനായവനേ, നിന്നെ മറന്നെത്ര ജീവിച്ചു ഞാൻ ഈ ഭൂമിയിൽ പാപിയായി ലോകസുഖം തേടിയ. പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേഴ്സ് ഹാർട്ട് 162 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാത വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 13 വാക്യം. ഏലിയാവ് സാരാപത്തിലെ വിധവയായ സ്ത്രീയോട്, ഭയപ്പെടേണ്ട, നീ ചെന്ന് ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായത്തിൽ ഏലിയാവ് ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ദൈവം തന്നോട് കെരുത്ത് തൊട്ടിനരികെ പോയി ഒളിച്ചിരിക്കുക എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ കെരുത്ത് തൊട്ടിൻ്റെ അരികെ ചെന്ന് കാക്ക തനിക്ക് ഭക്ഷണം കൊണ്ടുവരികയും കെരുത്ത് തൊട്ടിലെ വെള്ളം കുടിച്ച് ജീവിക്കുകയും ചെയ്ത ഏലിയാവ് വേനൽ കഠിനമായപ്പോൾ കെരുത്ത് തൊട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ദൈവം തന്നെ സാരാഫത്തിലെ ഒരു വിധവയുടെ അടുക്കലേക്ക് അയക്കുന്നതായിട്ട് കാണുന്നു. ആ വിധവയുടെ അടുക്കൽ ചെന്ന് വിധവയോട് സംസാരിക്കുന്ന ഭാഗമാണ് നാം ഇന്ന് കുറിവാക്യമായിട്ട് വായിച്ചത്. വിധവയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്കുള്ള അല്പമുള്ള മാവ് കൊണ്ട് 2 അപ്പം ഉണ്ടാക്കി തനിക്കും മകനും കൊടുത്തതിന് ശേഷം മരിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു വിധവ. തീരെ ആവശ്യമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു ഭവനത്തിലേക്കാണ് തൻ്റെ ഭക്തനെ ദൈവം അയക്കുന്നത്. ആ ഇല്ലായ്മയുടെ നടുവിൽ ആ കുടുംബത്തെയും തൻ്റെ ഭക്തനെയും പോറ്റുവാൻ ദൈവം അവിടെ വഴിയൊരുക്കുന്നതാണ് ഈ ഭാഗത്തിലെ പ്രത്യേകത. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിൻ്റെയും അവൻ്റെ ആവശ്യ സാഹചര്യങ്ങളിൽ കൈവിടാതെ അവനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഡു നോട്ട് വറി അബൌട്ട് യുവർ ലൈഫ്, വാട്ട് യു വിൽ ഈറ്റ് ഓർ ഡ്രിങ്ക്, വാട്ട് യു വിൽ വിയർ. നിങ്ങൾ എന്ത് ധരിക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിതത്തെ പറ്റി ഭാരപ്പെടരുത് എന്ന് യേശു കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അടുത്ത വാക്യത്തിൽ വായിക്കുന്ന, ആഹാരത്തെക്കാൾ നിങ്ങളുടെ ജീവനും ഉടുപ്പിനേക്കാൾ നിങ്ങളുടെ ശരീരവും വലുതല്ലോ. നമ്മൾ പലപ്പോഴും ടേസ്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കുവാൻ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുവാൻ നാം വ്യഗ്രത കാണിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത്, നാം ധരിക്കുന്ന വസ്ത്രത്തെക്കാൾ വലുത് നമ്മുടെ ശരീരമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ വലുത് നമ്മുടെ ജീവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം ശ്രദ്ധാലുക്കളായി തീരണം. അതിനെ നേടുവാൻ, രക്ഷിക്കുവാൻ വേണ്ടുന്നത് നാം ചെയ്തിരിക്കണം. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 28 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്ന മനുഷ്യനെ നാം ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ദേഹിയെയും ദേഹത്തെ ഒരുപോലെ കൊന്ന് നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവീൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ അവൻ്റെ ദേഹം എങ്ങനെ നശിച്ചാലും അവൻ്റെ ദേഹിയെ, അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ നിത്യതയിൽ കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റി വറിയിടല്ലെങ്കിലും അവന് വേണ്ടി വറിയിടാവുന്ന, അവന് വേണ്ടി കരുതുന്ന, അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുത്തെ നമുക്ക് അവിടെ വെളിപ്പെടുവാൻ സാധിക്കും. ഈ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത് കാലം ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയോട് നമുക്ക് അടുത്തു വരിക.
നമ്മുടെ സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കുവാൻ, നമ്മുടെ അനുഭവങ്ങളെ വ്യത്യസ്തമാക്കുവാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഈ വചനങ്ങൾ നമുക്ക് വിശ്വസിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ഭക്ഷണത്തെക്കാൾ വലുത് ഞങ്ങളുടെ ജീവനാണല്ലോ കർത്താവെ. ഞങ്ങളുടെ വസ്ത്രത്തെക്കാൾ വലുത് ഞങ്ങളുടെ ശരീരമാണല്ലോ കർത്താവെ. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും ആവശ്യമായത് സകലതും നൽകി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമല്ലോ. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വചനപ്രകാരം ജീവിച്ച് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ നിന്റെ ജനത്തെ സഹായിച്ചാട്ട്, കൃപയ്ക്കുള്ളിൽ മറച്ചാട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.